വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം വാർത്താവതാരകനായ അഭിലാഷ് മോഹനും എം അക്ബറും തമ്മിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്. പഠിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? ഒന്ന്, ഉടൻ അഹമ്മദ് അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5 ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ പാഠപുസ്തകം പറയുന്നു, പുട്ട് ദ എബോവ് അഡ്വൈസ് ഇൻ കറക്റ്റ് ഓർഡർ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ടു ദ ക്ലാസ്. അതെ, ഇതുപോലുള്ള പാഠ്യവിഷയങ്ങൾ മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വഴിയെ പോകുന്നവർക്ക് മുഴുവൻ മുസ്ലിങ്ങളെ കല്ലെറിയാനുള്ള വഴിവെച്ചു കൊടുക്കലാവും. ഇസ്ലാം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാം, എങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്നും കുട്ടികളെ പഠിപ്പിക്കണം. എന്നാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരാളെ മുസ്ലിം ആക്കാമെന്ന് ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത്. കാരണം കുട്ടികൾ മുസ്ലിം ആവുന്നത് തന്നെ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ്. അതുവരെയും അവർ മറ്റു മതങ്ങളിലെ കുട്ടികളെ പോലെ തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്നതിനാൽ അവർ മുസ്ലിമായി അറിയപ്പെടുന്നു എന്നതൊഴിച്ചാൽ അവർ മുസ്ലിമാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ശരിതെറ്റുകളെ വിവേചിച്ചറിയാനുള്ള കഴിവും ബുദ്ധിയും അവർക്ക് ഉണ്ടാവണം. എന്നിട്ട് അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കേണ്ടത്. ഇവിടെ 2ാം ക്ലാസ്സിലെയോ മറ്റോ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിഷയം. ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം നിങ്ങളുടെ സുഹൃത്ത് ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ആ ചോദ്യത്തിന് കുട്ടികൾക്ക് കുറച്ച് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും കുട്ടികൾ ഉചിതമായി തിരഞ്ഞെടുക്കണം. ഇതിന് ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയമേ അല്ല എന്നുള്ളതാണത്. ബുദ്ധി വളർച്ച വന്ന ഇസ്ലാം അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് ഇസ്ലാമിലേക്ക് വരാനും ഒട്ടനവധി മാർഗങ്ങൾ ഉണ്ടായിരിക്കെ കൊച്ചുകുട്ടികളിൽ ഇങ്ങനെയൊരു ഉത്ബോധനത്തിന്റെ ആവശ്യമേ ഇല്ല. അവരുടെ കുഞ്ഞു മനസ്സിൽ വളർത്തേണ്ടത് അവരെങ്ങനെ ജീവിക്കണം, സമൂഹത്തിന് ഗുണകരമായ വിധം അവരെങ്ങനെ വളർന്നു വരണം എന്നുള്ളതാണ്. കൂട്ടത്തിൽ സ്വന്തം മതത്തെക്കുറിച്ച് പഠിപ്പിക്കാം, മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും മറ്റു മതസ്ഥരെ സ്നേഹിക്കാനും പഠിപ്പിക്കാം. സ്വന്തം മതത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കുട്ടി ഭാവിയിൽ തന്റെ മതത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് സ്വയം ആർജിച്ചെടുക്കും. അതിന് ഈ കൊച്ചു പ്രായത്തിൽ ഒരു മതപരിവർത്തന ക്ലാസിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇത്തരം പാഠ്യഭാഗങ്ങൾ മദ്രസയിലാവട്ടെ സ്കൂളിലാവട്ടെ അത് കടന്നുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്.